അൻവർ ഒരു പക്വതയാർന്ന നേതാവായി, മര്യാദക്കാരനായി, മര്യാദയ്ക്ക് സംസാരിച്ച് വിനയമുള്ള പക്വതയുള്ള രാഷ്ട്രീയ നേതാവായി തീരാത്തിടത്തോളം കാലം അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ലച്ച് പിടിക്കാൻ സാധ്യമല്ല. നിലമ്പൂർ MLA PV അൻവർ കുറെ നാളുകളായി ഇടതുപക്ഷ പ്രസ്ഥാനമായി ഇടഞ്ഞു നീങ്ങുകയാണ്. അദ്ദേഹം CPM-ന്റെ സഹയാത്ര അവസാനിപ്പിച്ച് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ഇടതിലുമില്ല വലതിലുമില്ലാത്തൊരു പരുവത്തിൽ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇടതുപക്ഷത്ത് നിന്നാണ് അദ്ദേഹം നിലമ്പൂരിൽ ജയിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ കേസുകളും ഒക്കെ നമുക്ക് നന്നായി അറിയാവുന്ന വസ്തുതയാണ്. ഒരു നല്ല ബിസിനസ്സുകാരനായിട്ടാണ് PV അൻവറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു ജനകീയ നേതാവായിട്ട് PV അൻവറിനെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ അദ്ദേഹം ഇടതുപക്ഷ പാളയത്തിൽ വന്നു, MLA ആയി. അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖാന്തരം പോലീസ് ഓഫീസേഴ്സുമായിട്ടുണ്ടായ തർക്കവും അതുമായി ബന്ധപ്പെട്ട അവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തതുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പാർട്ടി വിട്ട് വെളിയിലേക്ക് പോകുന്നത്. മഹാസമ്മേളനവും അദ്ദേഹം നടത്തി. ഇപ്പോൾ എവിടെയാണെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് നമുക്ക് യാതൊരു പിടിയുമില്ല. ഇതിനിടയിൽ വൻ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടത് ആഫ്രിക്കൻ സന്ദർശനത്തിലായിരുന്നു എന്ന് നമ്മൾ കേട്ടു. സ്വർണ്ണ വ്യാപാരമോ ഖനനമോ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയായി അദ്ദേഹം ആഫ്രിക്കയിൽ സന്ദർശനത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ റിസോർട്ട് ബിസിനസ്സുകളെല്ലാം അവതാളത്തിലായി. അത് പൊളിച്ചു കളയണമെന്ന്, തടയണയൊക്കെ പൊളിച്ചു കളയണമെന്ന് കളക്ടർ ഉത്തരവിട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനത്തു നിന്നും പിണറായിയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു സഹകരണം അദ്ദേഹത്തിന്റെ ബിസിനസ് സംരക്ഷിക്കപ്പെടുന്നതിന് കിട്ടിയോ എന്നതിൽ സന്ദേഹമുണ്ട്. ഏതായാലും കാര്യമായ ഒരു സഹകരണമൊന്നും അദ്ദേഹത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കിട്ടിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. അദ്ദേഹത്തിന്റെ സമ്പത്തും ബിസിനസ്സും പരിപാലിക്കുന്നതിൽ LDF ഗവൺമെന്റ് കാര്യമായ സഹകരണം കാണിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷെ പറഞ്ഞു വന്ന ആരോപണങ്ങൾ മറ്റൊന്നാണ്. പോലീസുമായി ബന്ധപ്പെട്ട DGP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ വിഷയം അതല്ല. അദ്ദേഹം UDF-ലേക്ക് ചേരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട അതുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും അറിയുന്നു. സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് DMK-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു നീക്കം നടത്തിയതായിട്ടും നമ്മൾ മാധ്യമങ്ങൾ വഴി കണ്ടു. പക്ഷേ അത് അത്ര വിജയിച്ചില്ലെന്ന് തോന്നുന്നു. കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അടുപ്പമുള്ള ആളാണ്. വിശേഷിച്ച് പിണറായിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് ആ വഴി അടഞ്ഞു പോയപ്പോഴാണ് തൃണമൂലുമായി ബന്ധപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആകാശത്തിലുമല്ല ഭൂമിയിലും അല്ലാത്ത പരുവത്തിൽ അൻവർ നീങ്ങുകയാണ്. ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയമാണോ അൻവർ കൈയാളുന്നത് എന്നതിനെ കുറിച്ച് സംശയമുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും ബിസിനസ് സാമ്രാജ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നിലപാടുകളും വഴക്കും വയ്യാവേലിയും ബഹളവും ഒക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാനമായിട്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നിലമ്പൂരിൽ ഇലക്ഷനും വരുമെന്നാണ് കേൾക്കുന്നത്. രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരു നേതാവായിട്ടാണ് അൻവറിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ഒരാൾ കേരളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ പിന്നെ UDF-ൽ നിന്നേ പറ്റുകയുള്ളൂ. ഇത് UDF-ലെ ചില നേതാക്കൾ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം UDF-ലേക്ക് വരുന്നതിനോട് താല്പര്യമില്ല എന്ന് ആരോയൊക്കെ സംശയം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ LDF വിട്ട ഉടനെ അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ UDF നേതാക്കൾക്കെതിരെ
സംസാരിക്കുക, UDF-നെ ആക്രമിക്കുക എന്നീ കലാപരിപാടികളാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് VD സതീശനെ ആ അഹങ്കാരമുള്ള ആളെന്നോ ഒക്കെ ഉള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയത്. അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു. അത് അപക്വമായ ഒരു സംസാരമായി പോയി. അത് അദ്ദേഹത്തിന്റെ UDF-ലേക്കുള്ള പ്രവേശനത്തെ ആ പ്രാരംഭഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കയറി പറ്റാമായിരുന്ന ആ അവസ്ഥയെ ഇല്ലാതാക്കി എന്നതാണ് സത്യം. കോൺഗ്രസിനകത്ത് എക്കാലവും ഗ്രൂപ്പിസം സജീവമായിട്ടുണ്ട്. ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അത് നമുക്ക് പണ്ട് മുതൽ അറിയാവുന്ന കാര്യമാണ്. ഗ്രൂപ്പാണ് കോൺഗ്രസിന്റെ ശക്തി എന്ന് അവർ തന്നെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിസത്തെ ഇല്ലാതാക്കി കോൺഗ്രസിനെ കുറച്ചുകൂടെ ഏകീകരണത്തിലേക്ക് കൊണ്ടുവരികയും ഒരു യൂണിറ്റി ഒക്കെ അതിനകത്ത് സ്ഥാപിക്കപ്പെടുകയും ചെയ്ത് ഈ അടുത്ത നാളിലാണ്. അതിനെ VD സതീശൻ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗ്രൂപ്പില്ലാത്ത ഒരു നല്ല കോൺഗ്രസ്സായി ആദിമകാലത്ത് രൂപം കൊണ്ട കോൺഗ്രസ് പോലെയൊക്കെ അതിനെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ കെ സുധാകരനും VD സതീശനും കൂടെ നടത്തിയിട്ടുണ്ട്. അത് ഏകദേശം വിജയിച്ചിട്ടുണ്ട്. 100% ഒന്നും വിജയിക്കില്ല. കോൺഗ്രസിന്റെ സംസ്കാരം അതാണ്. എങ്കിലും കോൺഗ്രസ് ഒരു ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി തന്നെയാണ് ഇപ്പം നിലകൊള്ളുന്നത്. കാരണം LDF-ന്റെ അഴിമതി നിറഞ്ഞ ഭരണമൊക്കെ കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും അവരുടെ ഐക്യതയ്ക്കും കാരണമായി തീർന്നിട്ടുണ്ട്. അല്ലറ ചില്ലറ ഗ്രൂപ്പിസവും പ്രശ്നങ്ങളും ഉണ്ട്. അതെക്കാലം ഉള്ള കാര്യം തന്നെയാണ്. എന്നാലും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പില്ലാതെ അതിനെ ഇപ്പോഴത്തെ അവസ്ഥ നിലനിർത്തുന്നതിൽ VD സതീശൻ വഹിച്ച പങ്ക് വലുതാണ്. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF ജയിച്ചത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഈ സാഹചര്യത്തിൽ അവരെ അവഹേളിക്കുക, അവരോട് അപമര്യാദയായി പെരുമാറുക, അഹങ്കാരി എന്ന് വിളിക്കുക, എന്നിട്ട് ഞാൻ തന്നെ നിന്നുള്ള എനിക്ക് 10 ആളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ചേലക്കരയിലും പാലക്കാടും ഒക്കെ നടന്ന ബൈ ഇലക്ഷനുകളിലും അൻവറിന്റെ ഞാണിന്മേൽ കളി നമ്മൾ കണ്ടതാണ്. എന്റെ ചോദ്യം ഇതൊന്നുമല്ല. UDF-ന് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ PV അൻവറിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ UDF-ന് PV അൻവർ ഇല്ലാതെ ജയിക്കാൻ പറ്റില്ലേ? UDF-ന് ജയിച്ചു വരാൻ തക്ക രീതിയിലുള്ള പ്രവർത്തന രീതികൾ തന്നെയാണല്ലോ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനപ്പുറത്ത് എന്ത് സഹായമാണ് PV അൻവറിന് UDF-ന് വേണ്ടി ചെയ്യാനുള്ളത്? ആവശ്യത്തിന് UDF-ന് ജയിച്ചു വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് LDF ഭരണം നടത്തുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി വേറെ ആരുടെ ഒരു സഹായം UDF-ന് ആവശ്യമില്ല. അല്ലാതെ തന്നെ UDF ജയിച്ചോളും. അത് പരമാവധി സീറ്റുകൾ എന്ന് പറയുന്നത് 100 സീറ്റ് വരെയാണ് LDF-നും UDF-നും മാറി മാറി കിട്ടിക്കൊണ്ടിരുന്നിട്ടുള്ളത്. അടുത്ത ഇലക്ഷനിൽ UDF-ന് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരെ ഭരിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത്രമാത്രം മെച്ചമാണല്ലോ LDF-ന്റെ ഭരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അൻവറിന്റെ ഇടപെടലുകൾ, അൻവറിന്റെ സ്വാധീനം UDF-ന് എന്തിനാണ്? അതിന്റെ ആവശ്യമുണ്ടോ? ഇനി ഉണ്ട് എങ്കിൽ അൻവർ മര്യാദയ്ക്ക് സംസാരിക്കണം. UDF-ന്റെ നേതാക്കളുമായി സൗഹൃദത്തിൽ പോകണമായിരുന്നു. ഇങ്ങോട്ട് LDF വിട്ട കാലത്തെ, ഇത് വിട്ട കാലം മുതൽ തന്നെ UDF-നെ അധിക്ഷേപിക്കുക, VD സതീശനെ അധിക്ഷേപിക്കുക. ഞാൻ എന്തോ ഒരു മഹാസംഭവമാണ്, ഞാനില്ലെങ്കിൽ UDF ഇല്ല, ഞാൻ ഉണ്ടെങ്കിലേ UDF-ന് മുന്നോട്ട് പോകുള്ളൂ, എന്റെ വോട്ട് UDF-ന് വേണം, ഇത്യാദി ചിന്തകൾ തന്റെ തലയ്ക്ക് കയറി മത്ത് പിടിച്ചിട്ട് തോന്നും പോലെ എന്തോ ഒക്കെ വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അൻവറിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി എങ്ങും എത്തുംപിടിയും കിട്ടാതെ വന്നപ്പോൾ VD സതീശനോട് മാപ്പ് പറയുന്നു. UDF-ലേക്ക് കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പൊ UDF-ന്റെ പുറകെ നടക്കുന്നതെല്ലാം ചെയ്യുകയാണ്. പക്ഷേ UDF-ന്റെ നേതാക്കന്മാർ എനിക്ക് പറയാനുള്ളത്, അൻവറിനെ വോട്ട് UDF-ന് ആവശ്യമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, പക്ഷെ നിങ്ങൾക്ക് പിന്നെ ഇത് പണി കിട്ടുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇദ്ദേഹത്തിന്റെ സ്വാധീനവും ഇദ്ദേഹത്തിന്റെ വോട്ടും ഒന്നും അടുത്ത UDF ഭരണത്തിന് ആവശ്യമായി വരുന്നില്ല എന്നതാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളതും വിലയിരുത്താൻ ഉള്ളതും. അതുപോലെ തന്നെ അൻവറിന്റെ ഈ മെനിഞ്ഞാന്ന് നോക്കിയിട്ട് നടന്ന പ്രസ്താവനകൾ എത്ര മോശമായ പ്രസ്താവനയാണ്. UDF-നകത്ത് സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് LDF-ൽ സ്വന്തമായി മത്സരിച്ച് ജയിച്ച് അവിടെ ടിക്കറ്റുകളില്ലാതെ പുറത്തു വന്ന MLA സ്ഥാനാർത്ഥിത്വം പോലും MLA പോലും അല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ നടക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രസന്റ് കണ്ടീഷനിൽ ഈ സമയത്ത് ഈ അൻവറിന്റെ ആവശ്യമുണ്ട്. അൻവറാണോ UDF-ന്റെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്? UDF-ന്റെ സംവിധാനങ്ങളുണ്ടല്ലോ.
മലപ്പുറത്ത് ആര് മത്സരിക്കണം എന്ന് പറയാൻ അൻവറിന് എന്താണ് കാര്യം? അതാ ഞാൻ പറഞ്ഞത്, അൻവർ ഒരു നയതന്ത്രജ്ഞനല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളല്ല, പക്വതയുള്ള ആളല്ല. അൻവർ ഒരു എടുത്തിയാട്ടക്കാരനും ഒരു ബിസിനസ് മൈൻഡുള്ള ആളുമായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. മലപ്പുറത്ത് VS ജോയി മത്സരിക്കാൻ 100% യോഗ്യം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇനി ആര്യാടൻ മുഹമ്മദിന്റെ ഫാമിലിയെ തള്ളിക്കളയാൻ പറ്റില്ല. ഷൗക്കത്ത് അലി അവിടെ ജയിക്കുവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഷൗക്കത്ത് അലിക്കും അവർക്കും ജനകീയ പിന്തുണയുള്ള ആളുകളാണ് അവര്. മലപ്പുറത്ത് എത്രയോ വർഷങ്ങളായി കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ ആളാണ് ആര്യാടൻ മുഹമ്മദ്. പക്ഷേ VS ജോയിക്ക് അവിടെ മത്സരിക്കാൻ അവസരമുണ്ട്. VS ജോയി മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. തൽക്കാലം ആര്യാടൻ മാറി നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ സംഗതി ശരിയാണെങ്കിൽ പോലും അത് അൻവർ പറയാനുള്ള അവകാശം അൻവറിനില്ല. അൻവർ UDF-ലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്ത് കച്ചമുറുക്കി നിൽക്കുന്നതിനിടയ്ക്ക് അതിനകത്തോട്ട് നേരത്തെ കയറി ആണിയിടിക്കുന്ന ഒരു പരിപാടിയാണ് അൻവർ ഇവിടെ ചെയ്തേക്കുന്നത്. UDF-നകത്ത് നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് പറയാൻ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആരാണ് അൻവർ? അവിടാണ് അൻവറിന്റെ പാളിച്ച പറ്റിയിരിക്കുന്നത്. മൊത്തം പാളിച്ചയാണ്. LDF-ൽ നിന്ന് പുറത്തു വന്നപ്പോഴേ UDF-ന്റെ നേതാക്കളെ ചീത്ത വിളിക്കുന്നു, വി ഡി സതീശനെതിരെ സംസാരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നു. അതിന് മുമ്പ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പാർട്ടിയോട് ചേരാൻ തയ്യാറെടുക്കുന്നു. ഇപ്പൊ വീണ്ടും രക്ഷയില്ലാതെ UDF-ലേക്ക് വരുന്നു. അങ്ങനെ കുഴഞ്ഞു പറഞ്ഞ് ചക്ക കുഴയുന്ന പോലെ കിടക്കുകയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകൾ. ഈ സാഹചര്യത്തിൽ അൻവർ ഒരു പക്വതയാർന്ന നേതാവായി, മര്യാദക്കാരനായി, മര്യാദയ്ക്ക് സംസാരിച്ച് വിനയമുള്ള പക്വതയുള്ള രാഷ്ട്രീയ നേതാവായി തീരാത്തിടത്തോളം കാലം അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ലച്ച് പിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് UDF ലീഡേഴ്സിനോട് പറയാനുള്ളത്, അൻവറിനെ ആവശ്യമെങ്കിൽ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അൻവറിന്റെ കൂടെ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അൻവർ രാഷ്ട്രീയ മര്യാദകൾ പാലിക്കണം. UDF-നകത്ത് കയറി കളിക്കരുത്. അൻവറിനും ആൾക്കാർക്കും UDF-ൽ പ്രവേശനം കൊടുക്കാം, ഒരിടത്തോട്ടെ, നല്ല കാര്യം. പക്ഷേ UDF-നെ ശിഥിലമാക്കുന്ന ഒരു നടപടികളും ഇത് ഉണ്ടാകരുത്. ഈ അൻവറിനെ UDF-ൽ എടുത്ത് വെച്ചതുകൊണ്ട് UDF-ന് പിന്നീട് ഒരു മഹാദുരന്തം സംഭവിക്കരുത്. ഇപ്പോൾ തന്നെ UDF-ന് ജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും, 100-ലധികം സീറ്റ് കിട്ടാനുള്ള എല്ലാ സാഹചര്യം കേരളത്തിലുണ്ട്. അതിന് അൻവറിന്റെ ആവശ്യം നമുക്കുണ്ടോ എന്നുള്ള ഒരു ചിന്ത UDF രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കണം എന്നാണ് ഈ സമയം എനിക്ക് പറയാനുള്ളത്. അൻവറിനെ പറ്റുമെങ്കിൽ എടുത്തോളൂ, പക്ഷെ UDF-ന് പിന്നെ അത് പാരയായിട്ട് വരരുത് എന്നൊരു മുന്നറിയിപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രാഷ്ട്രീയ കുറിപ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത്.